ചെയിൻ ഡ്രൈവിന്റെ കുറച്ച് പോരായ്മകളുണ്ട്. വെച്ചാൽ ബെൽറ്റിന്റെ നെഗറ്റീവ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഇഷ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും ചെയിൻ നമ്മൾ ഒരു സ്കൂട്ടർ യൂസറിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ഒരു ബേർഡനായിട്ട് ചെയിൻ കെയറിങ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇത്ര ഓടിച്ച ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്കൊരു സജഷൻ തരാം. ഒരു കാരണവശാലും ഓല ഇനിയിപ്പോൾ എടുക്കരുത് ഉടനടിയൊന്നും. വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, ഫീച്ചർ ലോഡഡ് ആണ്, പവർഫുൾ ആണ്, ലുക്ക് വൈസ് ആണെങ്കിലും ഓക്കെ ആണ്. ആക്ച്വലി 2 ലക്ഷം രൂപ മുടക്കി ഷോറൂം വാറണ്ടി, എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇതുപോലൊരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്ത് വണ്ടി എടുത്തിട്ട് ടെക്നീഷ്യൻ ഇല്ലാന്നൊരു റീസൺ പറഞ്ഞ് സർവീസ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവർ സർവീസിൻ്റെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഓല എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ആക്ച്വലി അവർക്കും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികൾ ഇറക്കിയപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവരുടെ വണ്ടി എടുക്കാതെ കുറച്ച് ആൾ ഇവർക്ക് ഒരു പ്രോപ്പറായിട്ട് വർക്കുള്ള ടൈം കൊടുക്കാം. അത് കഴിയുമ്പോൾ നല്ല വണ്ടികൾ, നല്ല സർവീസ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ റേഞ്ചിൽ അത്യാവശ്യം ഒന്ന് ഓടിച്ച് തീർക്കാനുള്ള പരിപാടിയാണ്. തീർക്കാൻ വലിയ പാടൊന്നുമില്ല. നേരെ നോർമൽ സ്പോർട്സ് ഹൈപ്പർ ഇതിട്ട് കുറച്ച് നേരം ഓടിച്ച് ചെയ്യുമ്പോൾ തന്നെ റേഞ്ചിൻ്റെ കാര്യം തീരുമാനമായിക്കോളും. പക്ഷേ ആക്സിലറേഷൻ കൊള്ളവരൊക്കെ എവിടെ നോക്കിയാണോ വണ്ടി എടുക്കുന്നത്?